ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള മൾട്ടി സ്റ്റേജ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് മുൻ ഇസ്രയേൽ IDF പ്രതിരോധ മേധാവി ബ്രിഗേഡ് ജനറൽ റാൻ കൊച്ചാവ് മുന്നറിയിപ്പ് നൽകി. മിസൈൽ ദൂരപരിധി ഒറ്റ രാത്രി കൊണ്ട് ഇരട്ടിയാക്കി ഈ നീക്കം ഭാവിയിൽ വലിയ ഭൂഖണ്ഡാന്തര ഭീഷണികൾക്ക് വഴിയൊരുക്കുമെന്നാണ് നിലവിലെ പ്രധാന ആശങ്ക. പുതിയ സാങ്കേതിക വിദ്യ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന 2 സ്റ്റേജ് റോക്കറ്റ് വിക്ഷേപണ രീതിയാണ് ഇറാൻ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളിൽ പരീക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ദൂരപരിധി 4000 കിലോമീറ്ററായി ഉയർന്നു എന്നതിനപ്പുറം മുൻപ് 2000 കിലോമീറ്റർ ആയിരുന്നു ഇറാന്റെ മിസൈലുകളുടെ പരമാവധി ദൂരപരിധി. പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഇത് 4000 കിലോമീറ്ററായി ഉയർന്നതായി ഇസ്രായേൽ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. ഡീഗോ ഗാർഷ്യയിലെ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-UK സംയുക്ത സൈനിക താവളമായ ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി അടുത്തിടെ നടന്ന ആക്രമണത്തിൽ ഈ പുതിയ സാങ്കേതിക വിദ്യ ഇറാൻ ഉപയോഗിച്ചതായാണ് സംശയിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ആഗോള ഭീഷണി ഈ മുന്നേറ്റം ഇറാനെ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് വളരെ കൃത്യമായി ആക്രമണം നടത്താൻ പ്രാപ്തമാക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ സഹായിക്കുമെന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഭയപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി Click 1 മീഡിയ നെറ്റ്വർക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.